1960 കാലഘട്ടം. ജപ്പാനിലെ നിശബ്ദമായൊരു ക്ലാസ് മുറി. എല്ലാ കുട്ടികളും ടീച്ചറെ കേട്ടിരിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം അല്പം വ്യത്യസ്തനായിരുന്നു. അവന്റെ പേര് ഇസായി സഖാവ. എല്ലാവരിലും നിന്നും അകലം പാലിച്ചിരുന്ന ഇസായിയുടെ ഉള്ളിൽ ആരുമറിയാത്ത ഒരു വലിയ ആഗ്രഹം ഒളിച്ചു കിടന്നിരുന്നു. എന്നെങ്കിലും മനുഷ്യമാംസം കഴിക്കണം. മിക്ക കുട്ടികളുടെയും നോട്ടം ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡിലേക്കായിരുന്നെങ്കിൽ ഇസ കൊതിയോടെ തന്റെ കൂട്ടുകാരുടെ ശരീരങ്ങൾ കഴിക്കുന്നത് സ്വപ്നം കണ്ടു. തന്റെ യൗവനത്തിലേക്ക് കടന്നിട്ടും ആഗ്രഹം സാധിക്കുന്നതിൽ ഇസ പരാജയപ്പെട്ടു. എന്നാൽ തന്റെ 24-ാം വയസ്സിൽ ഒരു ജർമ്മൻ യുവതിയെ കണ്ടെത്തുന്നു. ഉയരം കൂടിയ വടിവൊത്ത ശരീരമുള്ള അവളിൽ ആകൃഷ്ടനായ അവൻ നിരന്തരം അവളെ പിന്തുടരാൻ ശ്രമിച്ചു. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന അസാധാരണമായ ആഗ്രഹം സാധിക്കാനുള്ള സമയമായെന്ന് അവൻ കണക്കുകൂട്ടി. ഒരു ദിവസം അതിനായി തിരഞ്ഞെടുത്തു. ഉഷ്ണകാലത്ത് അവൾ തന്റെ ബെഡ്റൂമിന്റെ ജനലുകൾ തുറന്നിടുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ അപ്പാർട്ട്മെന്റിൽ മുകളിലേക്ക് വലിഞ്ഞു കയറിയ അവൻ ആ വാതിലുകളിലൂടെ അവളുടെ ബെഡ്റൂമിലേക്കെത്തി. അവനെ കണ്ട് ഞെട്ടിയുണർന്ന അവൾ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് പേടിച്ചിസായി പുറത്തേക്ക് ഓടിയിറങ്ങി. എന്നാൽ ഈ സമയം കൊണ്ട് അവൾ പോലീസിനെ വിളിച്ചിരുന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത പോലീസിന് പോലും മനസ്സിലായില്ല അവന്റെ യഥാർത്ഥ ഉദ്ദേശം. ധനിക കുടുംബത്തിൽ ജനിച്ച ഇസായിക്ക് ഈ കേസിൽ നിന്ന് മൂരിപ്പോകുന്നത് വലിയ കാര്യമായിരുന്നില്ല. ഇസായിയുടെ അച്ഛൻ ജർമ്മൻ യുവതിയുമായി സെറ്റിൽമെന്റിനെത്തുകയും ഇസായിയുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കപ്പെടുകയും ചെയ്തു. നിയമത്തിന്റെ എല്ലാ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെട്ട ഇസായി 4 വർഷങ്ങൾക്ക് ശേഷം ടോക്കിയോയിൽ നിന്നും പാരീസിലേക്ക് പറന്നു. ഭാഷാശാസ്ത്രത്തിൽ PhD ചെയ്തുകൊണ്ടിരുന്ന ഇസായിയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആ ദുഷിച്ച ചിന്തകൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും തനിക്കൊപ്പം കിടക്ക പങ്കിടാൻ വേശ്യാ സ്ത്രീകളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്ന ഇസായി അവർ പോലും അറിയാതെ തന്റെ പക്കലുണ്ടായിരുന്ന റൈഫിൾ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ട്രിഗർ വലിക്കുന്ന സമയത്ത് അവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് പല രാത്രികളിലും തുടർന്നുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ലിറ്ററേച്ചർ ക്ലാസ്സിൽ വെച്ച് എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. നല്ല നീളമുള്ള തന്റെ ഫാന്റസികളോട് ചേർന്ന് നിൽക്കുന്ന ശരീരഘടനയുള്ള ആ പെൺകുട്ടിയുടെ പേര് റിനെ. അവൻ പതിയെ റിനയുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള പദ്ധതികൾ കണക്കുകൂട്ടി. ഇതിൽ ഇസ പൂർണ്ണ വിജയം നേടി. ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് റിനയെ ഇസായി വിളിച്ചു വരുത്തി. ശേഷം പരസ്പരം ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് അവരുടെ അസൈൻമെന്റ് വർക്കുകൾ ചെയ്തു തീർക്കുകയായിരുന്നു. പുസ്തകത്തിൽ നിന്നും നോട്ടം മാറാതെയിരുന്ന റിനയെ നോക്കി ഒരു വട്ടം ചിരിച്ചുകൊണ്ട് ഇസ തന്റെ ബെഡ്റൂമിലേക്ക് പോയി. തന്റെ റൈഫിൾ എടുത്ത് ഇസ റിനയ്ക്ക് നേരെ വന്നു. ഒരുപാട് നാളത്തെ തന്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നതിന്റെ ആനന്ദം അവന്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ട്രിഗർ വലിക്കുന്നതിൽ നിന്നും ഒന്നും തന്നെ പിറകോട്ട് പിൻവലിക്കില്ല എന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അവന്. റിനയുടെ തലയ്ക്ക് നോക്കി ഇസ വെടിയുതിർത്തു. അവളുടെ ചലനമറ്റ ശരീരം നിലത്ത് കിടക്കുന്നതിന്റെ സന്തോഷത്തിൽ അവൻ ഒരു നിമിഷം ബോധം കെട്ടു. പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയ അവൻ തറയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന റിനയുടെ മൃതശരീരം കണ്ടു. അവളുടെ മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സഖാവ അവളെ ഭക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ പല്ലുകൾക്ക് മൂർച്ച കുറവായിരുന്നതിനാൽ അവളുടെ ചർമ്മത്തിൽ കടിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അവൻ പെട്ടെന്ന് തന്റെ വീട് വിട്ട് പുറത്തേക്ക് പോയി ഒരു ബുച്ചർ കത്തിയുമായി തിരികെ വന്നു. ആ കത്തി ഉപയോഗിച്ച് മുറിച്ചും അവൻ അവളുടെ ശരീരം പച്ചയ്ക്കും പാചകം ചെയ്തും ഭക്ഷിച്ചു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ മൃതദേഹം ജീർണിക്കാൻ തുടങ്ങി. അതവനെ അസ്വസ്ഥനാക്കി. അവളുടെ ബാക്കിയുള്ള ശരീരം അവിടെ നിന്നും നീക്കം ചെയ്യാനായിരുന്നു അവന്റെ അടുത്ത ശ്രമം. അതിനായി അവളുടെ അഴുകി തുടങ്ങിയ ശരീരഭാഗങ്ങൾ 2 സ്യൂട്ട് കേസുകളിലായി അവൻ എടുത്തു. എന്നിട്ട് സമീപത്തെ പാർക്കിലേക്ക് പോയി. പക്ഷേ അവൻ നടന്ന വഴിയിലുണ്ടായിരുന്ന ചില ആളുകൾ അവന്റെ സ്യൂട്ട് കേസിൽ നിന്നും രക്തം ഇറ്റിറ്റു വീഴുന്നത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പോലീസിനെ വിളിച്ചറിയിക്കാൻ അവരൊട്ടും താമസിച്ചില്ല. വീണ്ടും ഇസായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. റെനെ ജീവിച്ചിരിപ്പില്ല, താൻ കൊന്നെന്ന് അവൻ പോലീസിനോട് അംഗീകരിച്ചു. പിന്നീട് 2 വർഷം ഇസായി ജയിലിൽ അവന്റെ വിചാരണയും കാത്തു കഴിഞ്ഞു. എന്നാൽ സമ്പന്നനായ അവന്റെ പിതാവ് അവനു വേണ്ടി ഏറ്റവും മികച്ച വക്കീലിനെ തന്നെ ഏർപ്പെടുത്തി.
എന്നാൽ കോടതി സഖാവയെ നിയമപരമായി ഭ്രാന്തനാണെന്നും വിചാരണ നേരിടാൻ യോഗ്യനല്ലെന്നും കണ്ടെത്തുകയായിരുന്നു. ഇസയെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അനിശ്ചിതമായി തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവിട്ടു. ഫ്രാൻസിൽ ഇസായിക്കുണ്ടായിരുന്ന കുപ്രശസ്തി അവനെ ജപ്പാനിലേക്ക് നാടുകടത്താനുള്ള ഫ്രഞ്ച് അധികാരികളുടെ തീരുമാനത്തിന് കാരണമായിരിക്കണം. പിന്നീട് ഫ്രാൻസിൽ നിന്നും ടോക്കിയോയിലേക്ക് പോയ ഇസായിക്ക് അവിടെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അധിക നാൾ കിടക്കേണ്ടി വന്നില്ല. ഫ്രാൻസിൽ ഇസായിക്കെതിരായ കുറ്റങ്ങൾ ഒഴിവാക്കിയതിനാൽ ഫ്രഞ്ച് കോടതി രേഖകൾ സീൽ ചെയ്യുകയും ജാപ്പനീസ് അധികാരികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തില്ല. തൽഫലമായി സഖാവയെ ജപ്പാനിൽ നിയമപരമായി തടങ്കലിൽ വെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ ചെയ്ത ക്രൂരതയുടെ ആഴം കാരണം ഇസായിക്ക് ആരും ജോലിയൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് സാഹിത്യത്തിലുള്ള അവന്റെ അറിവും താല്പര്യവും അവനെ എഴുത്തിലേക്ക് വഴിതിരിച്ചു. എന്നാൽ ഇസായി സഖാവ എഴുതിയിരുന്നത് അവന്റെ തന്നെ കഥകളായിരുന്നു. അവൻ ചെയ്ത ക്രൂരമായ കൊലപാതകവും പീഡനവുമെല്ലാം ബുക്കുകളായി പിന്നീട് പുറത്തു വന്നു. 2022 നവംബർ 24 തന്റെ 73-ാം വയസ്സിൽ ഇസായി സഖാവ ന്യൂമോണിയ പിടിപെട്ട് മരണമടയുകയായിരുന്നു.